നമസ്കാരം. ഈ ഓണനാളിൽ ഇന്ന് ചതയ ദിനത്തിൽ ചതയ ദിനാഘോഷ വിശേഷങ്ങളും ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ചേരുന്നത് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ സ്വാമികളാണ്. നമസ്കാരം സ്വാമി, സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് ഗുരുവിൻ്റെ 169 തിരുജയന്തി ആഘോഷ നിറവിലാണ്. ചെമ്പഴന്തിയും ശിവഗിരിയും ശ്രീനാരായണീയരും കേരള സമൂഹവുമെല്ലാം. ചെമ്പഴന്തി, ശിവഗിരി എന്നീ കൊച്ചു ഗ്രാമങ്ങളെ ലോകഭൂപടത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം. എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ, എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ 169ാമത് തിരുജയന്തി ഇന്ന് ലോകമെമ്പാടും സാഘോഷം കൊണ്ടാടുകയാണ്. ഗുരുവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ചെമ്പഴന്തിയിലും സമാധി പീഠം കൊണ്ടും അതുപോലെ തന്നെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ കേന്ദ്രമായ ശിവഗിരി മഠത്തിലും ശാഖാസ്ഥാപനങ്ങളിലും മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സത്യം, ധർമ്മം, ദയാശാന്തി, അതാണ് ഈ ബ്രോഷറിൻ്റെ തന്നെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഉദ്ഘോഷിച്ചുള്ള കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതുമെല്ലാം. നമ്മുടെ സമൂഹം ഇന്ന് അതിലൂന്നിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? സത്യം, ധർമ്മം, ശാന്തി, ദയ എന്ന സന്ദേശം ആലേഖനം ചെയ്തത് ഗുരുദേവൻ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെയാണ്. 1921 കാരമുക്കിൽ മുരിക്കുംപുഴയിൽ ഒരു പ്രഭ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സന്ദേശം അവിടെ ആലേഖനം ചെയ്തത്. ഈ സമൂഹം ശാന്തിയിലൂടെയും ധർമ്മത്തിൻ്റെയും ദയയുടെയും പാതയിലൂടെ സഞ്ചരിക്കണം എന്ന മഹത്തായ ഉത്ബോധനമാണ് ഈ സന്ദേശത്തിലൂടെയും ഈ പ്രതിഷ്ഠയിലൂടെയും ഗുരുദേവൻ മാനവ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക, മാനുഷിക മൂല്യങ്ങളെ ഹൃദയത്തിലേറ്റുക, അത് പ്രാവർത്തികമാക്കുക, അതുവഴി ജീവിതം ലക്ഷ്യപൂർണ്ണമാക്കുക എന്ന മഹത്തായ വഴിയാണ് ശ്രീനാരായണ ഗുരുദേവൻ വെട്ടിത്തുറന്നിട്ടുള്ളത്. ഈ അഷ്ടതത്വങ്ങളെല്ലാം ശാസ്ത്രാവബോധത്തിന് കൂടുതൽ ഗുരുദേവൻ പ്രാധാന്യം നൽകിയിരുന്നു. ഇന്ന് നമ്മൾ ചന്ദ്രയാൻ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി ഇന്നതിൻ്റെ ചന്ദ്രനിൽ കാലുകുത്തുന്നൊരു ദിവസം തന്നെയാണ് നമ്മൾ ഇന്നിങ്ങനൊരു സംവാദം നടത്തുന്നത് എന്നുള്ളത് വളരെ കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എത്രയോ മുന്നേ ശ്രീനാരായണ ഗുരു അത്തരത്തിലൊരു ദർശനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 1928 ജാനുവരി മാസം 16-ാം തീയതിയാണ് ശിവഗിരി തീർത്ഥാടനം എന്ന മഹത്തായ ആശയത്തിന് ശ്രീനാരായണ ഗുരുദേവൻ അനുമതി നൽകിയത്. നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ആ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് പാപം കഴുകിക്കളഞ്ഞ് പുണ്യം നേടുക എന്ന ഒരു പൗരാണിക സങ്കല്പമായിരുന്നു തീർത്ഥാടന സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പൗരാണിക സങ്കല്പത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് ഒരു തീർത്ഥാടന സങ്കല്പത്തിന് പുതിയ മാനവും രൂപവും നൽകുവാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു എന്നുള്ളതാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സവിശേഷത. ആ തീർത്ഥാടനത്തിന് അനുമതി ചോദിച്ച വേളയിൽ അവിടെ വന്നവരോട് ഗുരു ചോദിച്ചത്, തീർത്ഥാടനത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തീർത്ഥാടന അനുമതി ചോദിച്ചു വന്ന മാലിയിൽ ശ്രീ TK കിട്ടൻ റൈറ്റർക്കും വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യർക്കും പുതിയ ഒരു ആശയം പറയുവാനുണ്ടായിരുന്നില്ല. അവരുടെ സങ്കല്പത്തിലുണ്ടാകുന്ന പൗരാണികമായ ഒരു തീർത്ഥാടന സങ്കല്പം ശിവഗിരി ഒരു പുണ്യകേന്ദ്രമായി ഗുരു പ്രഖ്യാപിക്കണം, ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഇത്രയും മാത്രം ലളിതമായ 2 കാര്യങ്ങൾ മാത്രമേ ആ മഹാഗുരുവിൻ്റെ മുമ്പിൽ അവർക്ക് സമർപ്പിക്കുവാനുണ്ടായിരുന്നുള്ളൂ.
എന്നാൽ ശിവഗിരി തീർത്ഥാടനത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം, ഉദ്ദേശമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ടവിധ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് അവബോധം നൽകണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രമാത്രം വളർന്ന് പന്തലിച്ച് പ്രാധാന്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് തീർത്ഥാടകർക്ക് അവബോധം നൽകണമെന്ന് അന്ന് ഗുരു പറഞ്ഞത്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയായിരിക്കും നാരായണ ഗുരു ലോകഗുരുവായി മാറുന്നത്. അതുകൊണ്ട് തന്നെയല്ല, ഗുരുവിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും എല്ലാ വാക്കിലും പ്രവൃത്തിയിലും ഒരു വലിയ നവോത്ഥാന പാരമ്പര്യം ദർശിക്കുവാൻ കഴിയും. ആ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഗുരു ലോകഗുരുവായി മാറിയത്. ഇപ്പോൾ താങ്കൾ സ്വാമി സൂചിപ്പിച്ച പോലെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നമ്മുടെ യുവതലമുറയ്ക്ക് ആ ഒരു കഥ അത്രയ്ക്ക് പരിചിതമല്ലായിരിക്കും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ശിവഗിരിയെ തിരഞ്ഞെടുത്തതും അതിനുവേണ്ടി ഒരു പ്രത്യേക വസ്ത്രം അദ്ദേഹം ചിട്ടപ്പെടുത്തി, അതൊക്കെ എങ്ങനെയായിരുന്നു? ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം വന്നത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ തികഞ്ഞ ഗുരുദേവ ഭക്തരായിരുന്ന മാലിയിൽ ശ്രീ ടി കെ കിട്ടൻ റൈറ്ററും വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരുമായിരുന്നു ഗുരുവിൻ്റെ മുമ്പിൽ ഈ ആശയം സമർപ്പിച്ചത്. അവർക്ക് ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണം, ആ മഹാഗുരുവിൻ്റെ ഉപദേശങ്ങൾ സ്വാംശീകരിക്കുവാനുള്ള ഒരു വേദി ഉണ്ടാകണം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഗുരുവിൻ്റെ ആവാസസ്ഥാനമായ ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമായി ഗുരു അനുവദിക്കണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചത്. ആ ആവശ്യത്തെ ഒരു മഹത്തായ ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു വലിയ സങ്കല്പമാക്കി മാറ്റുവാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു എന്നുള്ളതാണ്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ചർച്ച ചെയ്യുവാനും ചിന്തിക്കുവാനുമുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാകണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ 8 വിഷയങ്ങൾ, ആ 8 വിഷയങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ഭൗതികപരമായ വളർച്ചയ്ക്കും ആധ്യാത്മികപരമായ ഔന്നത്യത്തിനും ഉതകുമാറുള്ള ലക്ഷ്യങ്ങളാണ് ശിവഗിരി തീർത്ഥാടനത്തിൽ ഗുരുദേവൻ ഉള്ളടക്കം ചെയ്തത് എന്ന് കാണുവാൻ കഴിയും. ഈ മഞ്ഞ വസ്ത്രം എങ്ങനെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്? തീർത്ഥാടകർക്ക് വസ്ത്രം ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ ഗുരു ആലോചിച്ച് പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ വസ്ത്രം തന്നെ ആയിക്കോട്ടെ, മഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞു. അതും ലാളിത്യപൂർണമായിരിക്കണം. വലിയ വില കൊടുത്ത് മഞ്ഞ പട്ട് വാങ്ങി ആരും ധരിക്കേണ്ടതില്ല. പഴയ വസ്ത്രങ്ങൾ അലക്കി ഒളിപ്പിച്ച് മഞ്ഞൾ മുക്കിയെടുത്ത് അത് ഉപയോഗിച്ചാൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരുദേവ പറഞ്ഞത്. തീർത്ഥാടകർ ആർഭാടം കാണിക്കരുത്, അനാർഭാടമായി തന്നെ ശിവഗിരിയിലെത്തി മടങ്ങി ഇവിടെ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഗുരു അന്ന് പറഞ്ഞു, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവരെ കൊണ്ട് പ്രസംഗം പറയിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെല്ലാം കേട്ട് നാളത്തെ ജീവിതം ഒരു പ്രത്യാശയുടെ ജീവിതമായി മാറുവാൻ, ഒരു പ്രചോദനപരമായ ജീവിതം ഉണ്ടാകുവാൻ, ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം ഉണ്ടാകുവാൻ ശിവഗിരി തീർത്ഥാടനത്തോട് കഴിയണം. മറ്റ് തീർത്ഥാടനങ്ങളിലൂടെ പാപ കളഞ്ഞ് പുണ്യം നേടുന്നതിനുപരിയായി നമ്മുടെ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയിക്കുവാനുള്ള തീർത്ഥാടനമായി ശിവഗിരി തീർത്ഥാടനം മാറണം എന്നതായിരുന്നു ആ മഹാഗുരുവിൻ്റെ മഹത്തായ സങ്കല്പം. സംവാദം എന്ന് ഉള്ളതിനൊരു പ്രത്യേക നിർവചനം തന്നെ ഗുരു നൽകിയിരുന്നു. പക്ഷെ അത്തരത്തിലൊരു സംവാദമാണോ ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ നടക്കുന്നത്? സംവാദം എന്ന് പറയുന്നത് ഗുരു ഉദ്ദേശിച്ചത് ആരോഗ്യപരമായ സംവാദമാണ്. വാദിക്കാനും ജയിക്കാനുമായിരിക്കരുത്, അറിയാനും അറിയിക്കാനും ആണ് എന്നാണ് പറഞ്ഞത്. അത് വളരെ ലോജിക്കായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഗുരു നടത്തിയത്. ഇന്നും നടക്കുന്നത് വാദിക്കാനും ജയിക്കാനുമാണ്. ഓരോരുത്തരും ഉന്നയിക്കുന്ന അവരുടെ ആശയങ്ങൾ അത് മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇന്നും ഉയർന്നു വരുന്നുണ്ട്. ഗുരു അതിനെ എതിർത്തിരുന്നു. ഗുരു പറഞ്ഞത് വാദിക്കാനും ജയിക്കാനും അല്ല വേണ്ടത്, നമുക്ക് അറിയുവാനും അറിയിക്കുവാനും അങ്ങനെ ഒന്നാകാനും നന്നാകാനുള്ള അവസരമാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഗുരു പറഞ്ഞത്.
ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു മഹത് വചനമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി പറയുന്നതും ഒരു രാജ്യം ഒരു നീതി ഒരു നിയമം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റുമോ? അത് പ്രാവർത്തികമാക്കുവാണെങ്കിൽ നല്ലതാണ്. ഒരു ജാതി എന്ന് പറയുന്ന ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്നത് ഗുരു ഒരു ശാസ്ത്രീയമായി തന്നെ അതിനെ അപഗ്രഥിച്ചുകൊണ്ട് ശാസ്ത്രീയമായി അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ജാതിയെന്നും ഒരു മതമെന്നും ഒരു ദൈവം എന്താണ് എന്നും പറയുന്നുണ്ട്. അത് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ അത് ഏവർക്കും സ്വീകാര്യമായ ഒരു തത്വമായിട്ട് നമുക്ക് അതിനെ കാണുവാൻ കഴിയും. വളരെ കുറച്ചു പേരെങ്കിലും ശ്രീനാരായണ ഗുരുദേവനെയും അതുപോലെ തന്നെ ഗുരുദേവ ദർശനങ്ങളെയും ഒരു ഈഴവരുടെ മാത്രമാക്കി മാറ്റുന്നുണ്ടോ? അത് തെറ്റിദ്ധാരണാജനകമാണ്. ശ്രീനാരായണ ഗുരുദേവനെ വീക്ഷിക്കുന്നത് അവരവരുടെ മാനസിക ഭാവനയ്ക്ക് ഒത്തിണങ്ങിയ രീതിയിലാണ്. ഒരാൾ ഒരു ശ്രീനാരായണ ഗുരുവിനെ ഒരു നവോത്ഥാന നായകനായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ സാമൂഹിക പരിഷ്കർത്താവായി ശ്രീനാരായണ ഗുരുദേവനെ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു വലിയ സന്യാസി ശ്രേഷ്ഠനായി ശ്രീനാരായണ ഗുരുദേവനെ ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും ഭാവനയ്ക്കിണങ്ങിയ രീതിയിൽ ഗുരുവിനെ കാണുകയാണ്. ഇന്ന് സാഹിത്യലോകം ഇന്ന് മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സാഹിത്യകാരനായി ശ്രീനാരായണ ഗുരുവിനെ പറയുവാൻ കഴിയും. ഗുരുവിൻ്റെ രചനകളും കൃതികളുമെല്ലാം പരിശോധിക്കുമ്പോൾ ഇന്ന് ലഭ്യമായിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ മലയാളം കണ്ട ഏറ്റവും വലിയൊരു സാഹിത്യകാരനായി ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ കഴിയും. പക്ഷേ ഇതൊന്നും മാത്രമല്ല ശ്രീനാരായണ ഗുരു എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഈഴവ സമുദായത്തിൻ്റെ ഗുരുവാണ് എന്ന് മാത്രം കണ്ടുകൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന പ്രവണത ശരിയല്ല. ശ്രീനാരായണ ഗുരു ലോകഗുരുവാണ്, എല്ലാവരുടെയും ഗുരുവാണ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയാണ് ഗുരുവിൻ്റെ ജീവിതവും പ്രവർത്തനവും കാഴ്ചവെച്ചിട്ടുള്ളത്. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ തിരുത്തി തരണം. എനിക്ക് തോന്നുന്നു ഗുരുദേവൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ ബോധാനന്ദ സ്വാമികൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ചട്ടമ്പി സ്വാമികൾ, അന്നൊക്കെ ജാതീയമായി വളരെയധികം തീണ്ടലും തൊട്ടുകൂടായ്മയൊക്കെ ഉള്ള സമയത്താണ് ഇത്തരത്തിലുള്ള സുഹൃത്ത് വലയങ്ങളൊക്കെ നാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു NSSലെ ആദ്യ തിരികൊളുത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗുരുദേവനാണ്. പക്ഷേ അത് മാറി നമ്മുടെ സമൂഹം സാക്ഷരത കൂടുന്നു, നമ്മൾ ടെക്നോളജിയിലൊക്കെ വളരെ മുന്നിലെത്തുന്നു, പക്ഷികളെ പോലെ പറക്കാനായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ജാതീയ ചിന്തകൾ ഇന്നും വെച്ചു പുലർത്തുന്നില്ലേ? ഉണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികരായി ഇവിടെ സൂചിപ്പിച്ചവരെല്ലാം ഗുരുവിനൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ്. പ്രഥമ ശിഷ്യനായി അനന്തരാവകാശി അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമികൾ അധർമ്മത്തിനും അനീതിക്കും വേണ്ടി പോരാടിയതാണ്. കായികപരമായി തന്നെ പോരാടാനുള്ള സജ്ജീകരണം ചെയ്ത ഒരു സന്യാസി ശ്രേഷ്ഠനാണ് ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമികൾ ഈ അധർമ്മത്തിനും അനീതിക്കും വേണ്ടി ധർമ്മപട സംഘം എന്ന പേരിൽ യുവാക്കളുടെ ഒരു സംഘം തന്നെ രൂപീകരിച്ചുകൊണ്ട് പോരാടിയ വ്യക്തിത്വമായിരുന്നു ബോധാനന്ദ സ്വാമികളുടെ. എന്നാൽ ഗുരുവിനുമായി ബന്ധപ്പെട്ട ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്ക് വേണ്ട, കായികപരമായ ഒരു അടിച്ചമർത്തൻ്റെ പാത ആവശ്യമില്ല എന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോധാനന്ദ സ്വാമികൾ ആ പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിഞ്ഞത്. ചട്ടമ്പി സ്വാമികളും അന്ന് നടന്ന അയിത്തത്തിനും ജാതി വ്യത്യാസത്തിനും എതിരെയൊക്കെ പോരാടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ചട്ടമ്പി സ്വാമികളുടേതുകൊണ്ടത്. അപ്പോൾ ഗുരുവുമായി അടുത്തിട്ടുള്ളവരെല്ലാം ആ ആശയങ്ങൾ, ഗുരുവിൻ്റെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും ശ്രമിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇന്നും ഈ വർത്തമാന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊങ്ങി വരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും പോലും ഗുരുവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കൊച്ചു കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉയർന്നു വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോട് ഉയർന്നു വരുന്നത് വളരെയേറെ വേദനാജനകമാണ്. മതേതര വിശ്വാസികൾക്കും ദേശസ്നേഹികൾക്കും മനുഷ്യസ്നേഹികളുമൊക്കെ വേദനിപ്പിക്കുന്ന സംഭവവികാസമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്.
ഗുരുദേവൻ യുവതലമുറയെ ഉന്നതികളിലേക്ക് എത്തുവാൻ വേണ്ടി ആഹ്വാനം നടത്തി അവർക്ക് വേണ്ട കാഴ്ചപ്പാടുകൾ മുന്നേ തന്നെ കാട്ടിക്കൊടുത്ത ഒരു ആളാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേട്ടു നരബലി പോലും നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുരുദേവ ദർശനങ്ങൾ വേണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും യുവതലമുറകളിലേക്കും എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു പരിധിവരെ നമുക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. 100% വിജയത്തിലെത്തി എന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടുവാൻ കഴിയില്ല. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുവാക്കളിൽ മാത്രമല്ല എല്ലാവരുടെയും ഉയർച്ചയും വളർച്ചയുമാണ് ഗുരു ലക്ഷ്യം കണ്ടിരുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾ, വളരുന്ന തലമുറയ്ക്ക് ഗുരു അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഗുരു പറഞ്ഞു. അതൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. അങ്ങനെ വളരുന്ന തലമുറ നല്ല രീതിയിൽ വളരാം, അവരുടെ ദിശാബോധമുള്ള ഒരു തലമുറയാക്കി വളർത്തുവാൻ കഴിയണം എന്നുള്ളതാണ് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പവും അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി വളരെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരു സംഭവമാണ് നമുക്കിന്ന് ദർശിക്കുവാൻ കഴിയുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസം കേവലം തൊഴിലിനും പണത്തിനും വേണ്ടിയുള്ള വിദ്യാഭ്യാസമായി അധപ്പതിച്ചു പോയി. അപ്പോൾ വിദ്യയിലൂടെ വിവേകമുണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസമാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആധ്യാത്മിക ആചാര്യന്മാർ എല്ലാം പറഞ്ഞു വച്ചിട്ടുള്ളത്. ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ ഉപദേശിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വതന്ത്രരാകണമെങ്കിൽ വിദ്യ നൽകുന്ന വിവേകം അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാകണം. വിദ്യയിലൂടെ നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഇത് സത്യമാണ്, ഇത് അസത്യമാണ്, ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ് എന്ന് തുടങ്ങിയ തിരിച്ചറിവിൻ്റെ പാതയാണ് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത്. കേവലം ഇന്നത്തെ വിദ്യാഭ്യാസം ഖേദപൂർവം പറയട്ടെ, അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി അല്ല എന്നുള്ളത് ഇന്ന് തൊഴിലിനും പണത്തിനും വേണ്ടിയുള്ള വിദ്യാഭ്യാസമായി മാറിയത് കൊണ്ടാണ് പ്രബുദ്ധ കേരളമെന്നും സുന്ദര കേരളമെന്നും സാക്ഷര കേരളമെന്നും പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നാം കേൾക്കാത്തയും കാണാത്തതുമായ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നു. അവരെല്ലാം കുറച്ച് പറക്കമുറ്റുന്നവരാകുമ്പോൾ ഈ നാട് തന്നെ വിട്ടുപോകുന്നൊരവസ്ഥ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വൃദ്ധ മാതാപിതാക്കളാണ്. അവരെ നോക്കാൻ പോലും ആളുകളില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഓർഫണേജ് സെൻ്ററുകളോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളുടെയോ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അത് നമ്മുടെ കുടുംബ ജീവിതത്തിനുമുള്ള ഒരു അപാകതയാണ്. നമ്മുടെ പൗരാണികമായ പഴയ കുടുംബാന്തരീക്ഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും ഒന്നിച്ചിരുന്ന് വളരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുണ്ടായിരുന്നത്. ഇന്ന് LKG UKG വിദ്യാഭ്യാസം കഴിയുമ്പോൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി അല്ലെങ്കിൽ വിദൂര പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം പോലും വിച്ഛേദിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ ആദ്യമേ ശാസ്ത്രത്തിൻ്റെയും ഉയർച്ചയുടെയും സാങ്കേതികവിദ്യയുടെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും കാര്യം പറഞ്ഞു. ഈ ശാസ്ത്രവും സാങ്കേതികവിദ്യയുടെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും ഫലമായിട്ട് നമുക്ക് സമയം കുറയ്ക്കുവാൻ കഴിയുന്നു, ദൂരം കുറയ്ക്കുവാൻ കഴിയുന്നു. പക്ഷേ മനുഷ്യൻ തമ്മിലുള്ള സ്നേഹത്തിനും കുറവ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആത്മബന്ധത്തിന് പോലും ഉലച്ചിൽ സംഭവിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. ആ സാമൂഹിക പശ്ചാത്തലത്തെ മാറ്റിയെടുക്കാതെ ഇന്ന് സമൂഹം നേരിടുന്ന ഈ കുടുംബ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ കഴിയില്ല. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ആ കുടുംബ ഐക്യത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ ശ്രീനാരായണ ധർമ്മത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പാത നമുക്ക് പിന്തുടരേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത്തരത്തിലൊരു പാത പിന്തുടരാൻ വേണ്ടി നമ്മുടെ സ്കൂൾ തലത്തിലൊക്കെ നാരായണ ദർശനങ്ങൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് അത്തരത്തിൽ ട്രസ്റ്റ് എന്തെങ്കിലും മുൻകൈ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ട്രസ്റ്റിന് ചില പരിമിതികളുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സർക്കാർ അധീനതയിലാണ്. മറ്റ് മാനേജ്മെൻറ്റിൻ്റെ അധീനതയിലാണ്. ആ മാനേജ്മെൻറ്റുകൾ അവർക്ക് അനിവാര്യമായ രീതിയിൽ അവരുടെ മതപഠനങ്ങളും അവരുടെ ആത്മീയ കാര്യങ്ങളൊക്കെ
പഠിപ്പിച്ച് വളർത്തുന്നുണ്ട്. അത് ദോഷമാണെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ശിവഗിരി മഠവും അനുബന്ധ സ്ഥാപനങ്ങളും ശിവഗിരി മഠത്തിൻ്റെ അധീനമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചും അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആവശ്യമെന്ന് തോന്നിയ മറ്റ് മേഖലകളിലേക്കും പ്രവർത്തനം ഞങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഏതാണ്? ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായ അതിൻ്റെ പ്രവർത്തനം തൽക്കാലം ശക്തമാക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളൂ. പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ചെമ്പഴന്തി ആണെങ്കിലും ശിവഗിരി ആണെങ്കിലും ഒക്കെ തീർത്ഥാടന ഭൂപടത്തിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് ഇടങ്ങളാണ്. അപ്പോൾ അവിടുത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള പ്രവൃത്തികളൊക്കെ എന്തൊക്കെയാണ് സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്? ഇപ്പോൾ ചെമ്പഴന്തിയും ശിവഗിരിയും ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി അവിടുത്തെ ആളുകളുടെ തീർത്ഥാടക എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആദ്യമായി ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഫലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ചെമ്പഴന്തിക്ക് 19 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നു. അതോടൊപ്പം ശിവഗിരിക്ക് കൺവെൻഷൻ സെൻറ്ററിനായി സംസ്ഥാന സർക്കാർ 23 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ശിവഗിരി പദ്ധതിയിൽ 69 കോടി രൂപ അനുവദിച്ചിട്ടു. അതിൻ്റെ നിർമ്മാണവും നടന്നു വരികയാണ്. അടിസ്ഥാന സൗകര്യ വർധനവിനോടൊപ്പം തന്നെ ഈ മഹത്തായ ദർശനം വളരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, ഡിജിറ്റൽ മ്യൂസിയം ഉൾപ്പെടെയുള്ള, ഡിജിറ്റൽ ലൈബ്രറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വീഡിയോ വിഷൻ ഹാൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു തീർത്ഥാടകൻ, ഒരു ഭക്തൻ വന്നു കഴിഞ്ഞാൽ ഈ ഏകദേശം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും ദർശനവും എന്ത് എന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർക്ക് അവബോധം കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വരുന്നു. ഈ ചതയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശിവഗിരിയിലും അതുപോലെ തന്നെ ചെമ്പഴന്തിയിലും ഒരുക്കിയിരിക്കുന്നത്? ശിവഗിരിയിലും ചെമ്പഴന്തിയിൽ വിവിധ സമ്മേളനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ദാർശനിക സമ്മേളനം, അതോടൊപ്പം തന്നെ തിരുജയന്തി മഹാസമ്മേളനം, ഈ ഗുരുവിൻ്റെ മഹത്തായ ഉത്ബോധനങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ടുള്ള തിരുജയന്തി ഘോഷയാത്ര ശിവഗിരിയിലും ചെമ്പഴന്തിയിലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശിവഗിരിയിലും തിരുജയന്തി മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്, ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ മൂല്യങ്ങൾക്ക് വളരെയധികം ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾക്ക് സമൂഹത്തിലുള്ളൊരു പ്രസക്തി, അത്തരത്തിൽ ഒരു സന്ദേശമാണോ ഈ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സമൂഹത്തിലേക്ക് കൊടുക്കുവാനായി മഠം ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗുരുവിൻ്റെ ഒരു ജയന്തി ആഘോഷം നടക്കുകയാണ്. അപ്പോൾ ഓരോ വർഷങ്ങളിലും തിരുജയന്തികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വെറും ആഘോഷത്തിലുപരിയായി ഓരോ തിരുജയന്തിക്ക് നമുക്ക് സമൂഹത്തിന് സന്ദേശം നൽകുവാൻ കഴിയണം. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കളുടെ ജീവിതം ഒട്ടേറെ വിശ്വദർശനങ്ങൾ ആലേഖനം ചെയ്ത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിട്ടുള്ള മഹാത്മാക്കളാണ്. അവരുടെ ആ ദർശനങ്ങളെല്ലാം കാലാതീത പ്രസക്തമാണ്. കാലഘട്ടത്തിന് അനിവാര്യമായ ദർശനം കാലഘട്ടത്തിന് അനിവാര്യമാകുമ്പോഴാണ് അതിന് കാലിക പ്രസക്തി വർദ്ധിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് വളരെയേറെ കാലിക പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ളവർ പറയുന്നത്. കാരണം ഇന്നത്തെ വർത്തമാന സമൂഹം ഒട്ടേറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭൗതിക രംഗത്തായാലും ആത്മീയ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും പൊതുരംഗത്തായാലും കുടുംബരംഗത്തായാലും എല്ലാം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പം നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ദൈവത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും പേരിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പേരിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊരു ഉദാഹരണമായിരുന്നു 2 ആഴ്ചയ്ക്ക് മുന്നേ വന്നൊരു മിത്ത് വിവാദവും. അതെ, അതുപോലൊക്കെ തന്നെ അന്ധവിശ്വാസവും അനാചാരവും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത നരബലി പോലുള്ള സംഭവങ്ങൾ പോലും നമ്മുടെ കൊച്ചു കേരളത്തിൽ സമീപകാലത്തുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ തിരിച്ചറിയുവാനും ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിച്ച മഹത്തായ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച് അവബോധം ജനിപ്പിക്കുവാനുമാണ് ഈ വർഷത്തെ തിരുജയന്തിക്ക് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്.
ദൈവത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും പേരിലുള്ള വിവാദങ്ങൾക്ക് പ്രസക്തിയില്ല. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പ്രസക്തിയില്ല. ശാസ്ത്രീയമായ അവബോധം വിശ്വാസ സമൂഹം ഏറ്റെടുക്കണം. വിശ്വാസങ്ങളിലെ അന്ധതയും ആചാരങ്ങളിലെ കപടതയും തിരിച്ചറിയുവാൻ കഴിയണം. അങ്ങനെ ശാസ്ത്രീയ അവബോധം കൊടുക്കുവാനുള്ള പരിപാടികൾക്കാണ് ഈ വർഷത്തെ ജയന്തി ആഘോഷം ത്തിന് ശിവഗിരി മഠവും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും മുൻതൂക്കം കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംവാദങ്ങൾ എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യപരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സംവാദങ്ങൾ ഈ സമ്മേളനങ്ങളിലൊക്കെ വിഷയങ്ങളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപൊരുതുവാനും അവബോധം ജനിപ്പിക്കുവാനും, പിന്നെ പ്രത്യേകിച്ച് മതമണ്ഡലവും സങ്കീർണമാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള വിദ്വേഷങ്ങളും വിവാഹിതയും കത്തിപ്പെട്ടിരുന്നുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ ചേർന്ന് വിളിച്ചുകൂട്ടിയ സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ്. 1924 ഗുരു സർവ്വമത സമ്മേളനം ലോകത്തെ രണ്ടാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ സർവ്വമത സമ്മേളനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഈ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും വളരെയേറെ പ്രസക്തമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചും ഹൈലൈറ്റ് ചെയ്യുവാൻ ഈ ആഘോഷ പരിപാടികൾക്ക് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിൻ്റെ രൂപവും ഭാവവും ശിവഗിരിമഠം നൽകിക്കഴിഞ്ഞു. അങ്ങനെ ആത്മീയ രംഗത്തെയും ഭൗതിക രംഗത്തെയും സമ്പന്നമാക്കുവാനും സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതത്തിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള പ്രവർത്തനം, സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള ഒരു പ്രവണതയും പ്രവർത്തനവുമാണ് ശിവഗിരിമഠം നടത്തുന്നത്, ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ചതയ ദിനത്തിൽ നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും സ്പർശിച്ചു പോകുവാനായി ഈ ഒരു എളിയ സംഭാഷണം ഉപകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്വാമി, ഒത്തിരി സന്തോഷം. ഓണാശംസകൾ. ഓണാശംസകൾ. ഓക്കെ.